ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. ഇതിന് കൂടുതൽ ചേരുവകളൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അരിപ്പൊടിയും 2 പഴവും മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായി നമുക്ക് ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കലത്തപ്പത്തിൻ്റെ അതേ മോഡൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൽ തേങ്ങാക്കൊത്തിനോടൊപ്പം കുറച്ച് പഴവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി സ്നാക്സ് തന്നെയാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കൂടുതൽ പഴുത്ത പഴമാണ് എങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് 4ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യമായത് ശർക്കരയാണ്. ഞാനിവിടെ 250 ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നല്ലതുപോലെ ഒന്ന് തിളച്ച് ഇതെല്ലാം ഒന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി. ഇതിലോട്ട് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. കുറുകി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് തയ്യാറാക്കുവാനായി ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. 2 കപ്പ് വറുക്കാത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ടൊരല്പം ഉപ്പും മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ. ഇനി അതിലോട്ട് തിളപ്പിച്ചെടുത്ത ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ 3 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടോടുകൂടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. 1 കപ്പ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളതും ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മാവ് നല്ല കറക്റ്റ് പരുവത്തിനാക്കി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 3 കപ്പാണ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നീട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും തന്നെ എനിക്ക് നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുണ്ടാക്കുന്ന സമയത്ത് ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഇനിയും വെള്ളത്തിന് ആവശ്യമുണ്ട് എങ്കിൽ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. എനിക്കിവിടെ ശർക്കരപ്പാനി ഒഴിച്ചപ്പോഴേക്കും അത് നല്ല കറക്റ്റ് പരുവത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ മുൻപ് ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ ഇതേ പരുവത്തിനായിരിക്കണം മാവ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ പാത്രത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അതിലോട്ട് അല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ എന്തും ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു തേങ്ങയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലോട്ട് നുറുക്കി വെച്ച പഴം ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ അത് അധികമൊന്നും വറുത്തെടുത്തിട്ടില്ല. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച പഴം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഇത് നല്ലതുപോലെ പഴുത്ത് കറുത്ത പഴമാണെങ്കിൽ വേഗത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കാൻ കഴിയും. ഇത് കുറച്ച് പഴുപ്പ് കുറവുള്ള പഴമാണ്. അതുകൊണ്ട് കുറച്ച് സമയമൊന്ന് ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കി വേവിച്ച് കൊടുക്കുന്ന സമയത്ത് പഴം വെന്തങ്ങ് ഉടഞ്ഞു പോവരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു പോവാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാവണം ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിൽ നിന്നും പകുതി ഞാൻ കോരി
മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷനായിട്ട് കൊടുക്കുവാൻ വേണ്ടി. ഇപ്പോൾ ഇത്രയും ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുത്ത് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ട് അത് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, മുഴുവൻ മാവും ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലായിടത്തേക്കും ആ മിക്സും എല്ലാം യോജിപ്പിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെച്ച് തയ്യാറാക്കരുത്, അപ്പോൾ വേഗം തന്നെ ഇത് അടി പിടിച്ചു വരും. ഇനി നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെച്ച ആ തേങ്ങാക്കൊത്തും പഴവും ഉണ്ടല്ലോ, ആ മിക്സ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കുക. ഇത് അടിയിലോട്ട് താന്നു പോകുമൊന്നും ഇല്ല കേട്ടോ, മുകളിൽ തന്നെ ഉണ്ടാവും. ഇത് കുറച്ചൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാതും നല്ലതുപോലെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് മൂടുന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ മൂടിയുടെ ആ ഹോള് അത് നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ആവി പുറത്തേക്ക് പോയാൽ ടൈം കൂടുതൽ എടുക്കും. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആ ഹോളൊന്ന് അടച്ചു കൊടുക്കണം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ടോപ്പിക്കോ കത്തിയോ വെച്ച് ഇതൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ഇതിന്മേൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും തന്നെ ഇല്ല, നല്ല കറക്റ്റ് പരുവത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സും കൂടിയാണിത്. ഇതിലുണ്ടാകുന്ന ചേരുവകളെല്ലാം നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ തന്നെയാണ്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഇത് പാത്രത്തിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കലത്തപ്പത്തിൻ്റെയൊക്കെ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. പക്ഷേ ഇതിൽ സ്പെഷ്യലായിട്ട് ഞാൻ പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹെൽത്തി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കഷ്ണം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം.